തൃശൂർ ആതിരപ്പള്ളിയിൽ വിനോദസഞ്ചാരികൾ പുഴയിൽ കുടുങ്ങി. 15ഓളം വിനോദസഞ്ചാരികളാണ് ഇന്ന് രാവിലെ കുളിക്കാൻ ഇറങ്ങിയപ്പോൾ പുഴയിൽ കുടുങ്ങിയത്. ആതിരപ്പള്ളി വെള്ളച്ചാട്ടത്തിന്റെ താഴ്ഭാഗത്താണ് സംഭവം. VSSC പ്രവർത്തകർ എത്തി വിനോദസഞ്ചാരികളെ കരയ്ക്ക് എത്തിച്ചു. രാത്രി മഴ പെയ്തതോടെ പെട്ടെന്ന് ജലനിരപ്പ് ഉയരുകയായിരുന്നു. സാനു കെ സജീവുണ്ട് വിവരങ്ങളുമായി. സാനു, എന്താണ് അവിടെ സംഭവിച്ചത്? പെട്ടെന്ന് രാത്രിയിൽ പെയ്ത മഴയെ തുടർന്ന് ജലനിരപ്പ് ഉയർന്നത് ഈ കുളിക്കാനിറങ്ങിയ ആളുകൾ അറിഞ്ഞില്ല എന്നതാണോ ഈ അപകടത്തിന് വഴിവെച്ചത്? അത് തന്നെയാണ് കാരണം. ഇന്നലെ തൃശ്ശൂരിന്റെ വിവിധ പ്രദേശങ്ങളിലും ഒപ്പം തന്നെ അതിരപ്പള്ളിയുടെ വെസ്റ്റ് പ്രദേശങ്ങളിലും ഒക്കെ രാത്രിയിലെ കനത്ത മഴയായിരുന്നു. ഈ മഴയിൽ ഡാമിലേക്ക് വലിയ തോതിൽ വെള്ളം ഒഴുകി വന്നിരുന്നു. ഇത് ഈ പ്രദേശത്തുള്ളവർ പറയുന്നത് മുന്നറിയിപ്പില്ലാതെ തുറന്നു എന്നൊരു ആരോപണം കൂടിയുണ്ട്. എന്തായാലും ഈ മഴ പെയ്തതും വെള്ളം ഈ ഡാമില് തങ്ങിക്കിടക്കുന്ന കാര്യങ്ങളൊന്നും അറിയാതെയാണ് 15ഓളം വിനോദസഞ്ചാരികൾ ഇവിടെ കുളിക്കാൻ വേണ്ടി ഇറങ്ങുന്നത്. അതിരപ്പള്ളിയുടെ താഴെ ഭാഗത്താണ്, കണ്ണൻകുഴി എന്നാണ് ഈ പ്രദേശത്തിന് പറയുന്നത്. ഇവിടെയാണ് ഇവർ ഇറങ്ങിയത്. എന്തായാലും വളരെ പെട്ടെന്ന് വെള്ളം ഒഴുകി വരികയും ഇവർ നിന്ന പ്രദേശങ്ങളെല്ലാം വെള്ളത്തിൽ മുങ്ങിപ്പോവുകയുമായിരുന്നു. പാറക്കെട്ടുകൾക്ക് മുകളിൽ കയറി നിൽക്കുകയായിരുന്നു. എന്തായാലും ഇതറിഞ്ഞുകൊണ്ട് വനസംരക്ഷണ സമിതി പ്രവർത്തകരും നാട്ടുകാരും ഒക്കെ പെട്ടെന്ന് ഇവരെ കരയിലേക്ക് എത്തിച്ചതിനാൽ വലിയ അപകടം ഒഴിവായിട്ടുണ്ട്. ഇവർക്ക് നീന്തലൊന്നും അറിയാത്തവരാണ്. കൈപിടിച്ച് കരയ്ക്ക് കയറ്റുമ്പോഴും അവർക്ക് കൃത്യമായിട്ട് വെള്ളത്തിൽ കൂടെ നടന്നു വരാൻ പോലും അറിയാതെ കുഴങ്ങുന്ന അല്ലെങ്കിൽ ബുദ്ധിമുട്ടുന്ന കാഴ്ചയൊക്കെ നമ്മൾ കണ്ടിരുന്നു. എന്തായാലും വലിയൊരു അപകടമാണ് ഒഴിവായിട്ടുള്ളത്. മുന്നറിയിപ്പില്ലാതെ ഡാം തുറന്നു എന്നൊരു ആരോപണമുണ്ട്. എന്തായാലും മഴ തുടർച്ചയായിട്ട് പെയ്യുന്ന സാഹചര്യത്തിൽ അല്ലെങ്കിൽ ഈ വനപ്രദേശങ്ങളിലൊക്കെ മഴ പെയ്യുന്ന സാഹചര്യത്തിൽ ഈ അതിരപ്പള്ളി അടക്കമുള്ള വിനോദസഞ്ചാര മേഖലകളിൽ എത്തുന്ന വിനോദസഞ്ചാരികൾ പ്രത്യേകം ശ്രദ്ധ പാലിക്കണം, അല്ലെങ്കിൽ വെള്ളത്തിലൊക്കെ ഇറങ്ങുന്നത് ഒഴിവാക്കണമെന്നൊരു സുരക്ഷാ നിർദ്ദേശവും ഇവിടെ ഉണ്ടായിട്ടുണ്ട്. ഓക്കെ സാനു, ആതിരപ്പള്ളി വെള്ളച്ചാട്ടത്തിൽ കുളിക്കാനിറങ്ങിയ 15ഓളം പേരാണ് കുടുങ്ങിപ്പോയത്. അവരെ ഇപ്പോൾ സുരക്ഷിതമായ സ്ഥാനത്തേക്ക് എത്തിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇന്നലെ രാത്രിയിൽ ശക്തമായ മഴ തൃശൂർ ജില്ലയിൽ പെയ്തിരുന്നു. ഇതറിയാതെ ജലനിരപ്പ് പെട്ടെന്ന് ഉയർന്നതറിയാതെ ഈ 15 പേരും കുടുങ്ങുകയായിരുന്നു. സാനു കെ സജീവാണ് തൃശൂരിൽ നിന്ന് വിവരങ്ങളുമായി ചേർന്നത്.